മിഥുനക്കൂറിൽ മകയിരൻ നക്ഷത്രത്തിൻ്റെ രണ്ടാമത്തെ പകുതി 2 ഘട്ടങ്ങളായിട്ട് വരും. അപ്പോൾ രണ്ടാമത്തെ പകുതി തിരുവാതിര നക്ഷത്രം, പുണർദൻ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3/4 ഭാഗവും ചേരുന്ന 2.25 നക്ഷത്രങ്ങളാണ് ശരിക്കും മിഥുനക്കൂറിൽ വരണേ. മിഥുനക്കൂറുകാർക്ക് ശരിക്ക് പറയുകയാണെങ്കിൽ സുഖ ദുഃഖ സമ്മിശ്ര ഫലത്തെ കൊടുക്കുന്ന സമയമാണ്. സുഖദുഃഖ സമ്മിശ്ര ഫലം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് സന്തോഷിക്കാനും പോകണ്ട, ഓവറായിട്ട് ദുഃഖവും വരത്തില്ല. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ വളരെ സീരിയസ് ആയിട്ട് കാണണ്ടെന്നാണ്. അയ്യോ ഞാൻ ഇതിൽ പെട്ടുപോകും അല്ലെങ്കിൽ അങ്ങനെ പോവില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് വളരെ സന്തോഷപ്രദമായ സമയമല്ല. അതിനുള്ള പ്രധാന കാരണം എന്താണ്? ഈ കൂറുകാർക്ക് ഇപ്പോൾ കണ്ടക ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. 10ൽ ശനി സഞ്ചരിക്കുകയാണ്. കർമ്മഭാവത്തിൽ ശനി സഞ്ചരിക്കുകയാണ്. കർമ്മഭാവത്തിൽ ശനി സഞ്ചരിച്ചാൽ കർമ്മവിഘ്നത്തെ കൊടുക്കും. അതിനൊപ്പം തന്നെ വ്യാഴ ഭഗവാൻ കൂടെ നിൽക്കുകയാണ്, കൂറിൻ്റെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യൂ? നമുക്ക് ലക്ഷം ദോഷം ഗുരുഹന്തി. ലക്ഷം ദോഷം ഉണ്ടെങ്കിലും ഗുരു കൂടെ ഉള്ളത് കൊണ്ട് അതിനെല്ലാം ഹനിച്ച് കളയും. ചെറിയ ചെറിയ പ്രോബ്ലംസ് വരുമെങ്കിലും അതിനെ തടയാനുള്ള ആളുകളും ഉണ്ട്. അതാണ് ഞാൻ സുഖദുഃഖ സമ്മിശ്രം എന്ന് പറഞ്ഞത്. അപ്പോൾ കാര്യങ്ങൾക്ക് തടസ്സം വരും, പക്ഷെ കാര്യങ്ങൾ സബലീകരിക്കാനും പറ്റും, തടസ്സത്തിലൂടെ പൂർത്തീകരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് ഒന്നിനെയും കാണരുത്. തടസ്സം ഉണ്ടാവും, പലതരത്തിൽ അസ്വസ്ഥതകൾ വരും, ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാവും, സാമ്പത്തിക നഷ്ടം വരും. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ കാര്യവിഘ്നം ഉണ്ടാവും. ഇതൊക്കെ വരാനിടയുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് ശ്രദ്ധയോടുകൂടി പോകണം. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ശനിയെ തന്നെ പ്രീതിപ്പെടുത്തി പോകണം. ആരാണോ നമുക്ക് എതിരായി നിൽക്കുന്ന ആളിനെ പ്രീതിപ്പെടുത്തണം. ഇപ്പോൾ ശാസ്താവിന് ശനിയാഴ്ച നീരാഞ്ജനം കത്തിക്കണം, ശനി വ്രതത്തോടു കൂടിയിരിക്കണം. ഇപ്പോൾ ശനീശ്വരനെ മാക്സിമം പ്രീതിപ്പെടുത്തി, വ്യാഴം നമുക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ആരാണോ എതിർക്കുന്ന ആളിനെയും കൂടി കൂടെ നിർത്തണം. അപ്പോൾ നമുക്ക് ആ പോകുന്ന വഴിയിൽ വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ശനിയെ മന്ദൻ എന്നാണ് വിളിക്കുന്നത്, മന്തി ഒഴിപ്പിച്ച് കളയും. അപ്പം അങ്ങനെ ആ ഗ്രഹത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ശാസ്താവിന് നീരാഞ്ജനവും കത്തിച്ച് ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതിനൊപ്പം ശനീശ്വര യന്ത്രം ദേഹരക്ഷയായിട്ടും ഒക്കെ കെട്ടി ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ നോക്കണം.